ആഗോള അയ്യപ്പ സംഗമത്തെ പ്രബല സാമുദായിക സംഘടനകൾ അനുകൂലിച്ചെങ്കിലും വിവാദങ്ങളും വിമർശനങ്ങളും കടുത്തതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിൽ. ഏറ്റവും ഒടുവിലായി ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ശക്തമായ വിമർശനവുമായി പന്തളം കൊട്ടാരവും രംഗത്തെത്തി. സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഓണാവധിക്ക് ശേഷം പരിഗണിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. പുതിയ ഹർജികൾ വരുന്നുണ്ട്. വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. BJP നിലപാടിൽ ഒരു ലേശം അയവ് വരുത്തിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും സർക്കാരിന്റെ ഒരു നീക്കം? ക്രിസ്റ്റീന, ഈ ഒരു സംഗമം നടത്തുന്നതിൽ നിലവിൽ സർക്കാരിന് വിലങ്ങുതടിയാകുന്നത് അല്ലെങ്കിൽ പ്രതിഷേധമുയരുന്നതും ഒക്കെ തന്നെ നേരത്തെ 2018 ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ശബരിമല വിഷയത്തിലുണ്ടായ പ്രക്ഷോഭത്തിൽ സർക്കാർ എടുത്ത കേസുകളിൽ ഇപ്പോഴും കോടതിയിൽ കയറി ഇറങ്ങുന്ന ആളുകളുണ്ട്, ഭക്തരുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസുകളൊക്കെ തന്നെ സർക്കാർ പിൻവലിക്കുമോ? മറ്റൊന്ന്, സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് തിരുത്തുമോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് സർക്കാരിന് മുൻപിലുള്ളത്. പക്ഷേ ഇടതുപക്ഷ നയമനുസരിച്ച് ഇതിൽ നിന്നും വ്യതിചലിച്ചോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ അയ്യപ്പ സംഗമം അതൊരു വലിയ, അതായത് ഇനി പുതിയ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം നിലനിൽക്കെ ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അത് വലിയ രീതിയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ടാണെന്നുള്ള ആരോപണം പ്രതിപക്ഷത്ത് നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ ശബരിമലയുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനും മറ്റ് സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടക ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന അവകാശവാദമാണ് സർക്കാരിനുള്ളത്. ഇതിനോടൊപ്പം തന്നെ 500 പേർ ഈ രാജ്യത്തിന് പുറത്തുള്ള വിദേശത്തു നിന്നുള്ള തീർത്ഥാടകരായിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള 500 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് 500 പേരും കേരളത്തിൽ നിന്ന് 500 പേരും അടക്കം ഉള്ള ആളുകളെ നിലവിൽ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇതിൽ സർക്കാർ ഏറ്റവും ഒടുവിലായി എടുത്തിരിക്കുന്ന നിലപാട് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഇതിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല. പക്ഷേ പഞ്ചായത്ത് തലം തൊട്ടുള്ള ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള ആളുകൾ, മറ്റ് കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ജനപ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് തീർത്ഥാടകരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് സർക്കാർ കരുതുന്നുണ്ടെന്ന് അവകാശവാദം ഉണ്ടെങ്കിൽ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനമാണ് ഏറ്റവും ഒടുവിൽ പന്തളം കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഉണ്ടായ വിമർശനം. അത് ഇതിൻ്റെ സംഘാടനത്തെ തന്നെ ഏത് വിധത്തിൽ ബാധിക്കുമെന്നൊരു ആശയക്കുഴപ്പം സർക്കാരുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രബല സാമുദായിക വിഭാഗങ്ങളായിട്ടുള്ള NSS, SNDP ഇതിനോട് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. NSS ആദ്യം ഈ വിഷയത്തിൽ ആചാര ലംഘനങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അത് ഒരു തരത്തിലും ഇങ്ങനൊരു പരിപാടി നടത്തുന്നത് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ ബാധിക്കാൻ പാടില്ല എന്ന വിമർശനം മുന്നോട്ട് വെച്ചുവെങ്കിലും അവിടെ പങ്കെടുക്കുമെന്ന നിലപാട് NSS എടുത്തത് അതിശയിപ്പിക്കുന്നതായിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SNDPയും പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. അവിടെ സാമ്പത്തികമായ നേട്ടം സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി അതിൽ തെറ്റില്ല എന്ന നിലപാട് SNDP അറിയിച്ചെങ്കിൽ കൂടി ഇത്തരത്തിൽ BJP യിലെ തന്നെ ചില നേതാക്കൾ ഉന്നയിക്കുന്ന ചില വിമർശനങ്ങൾ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള പേര് വെച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷത്ത് നിന്ന് ആരും പങ്കെടുക്കുകയില്ല എന്ന വിഷയം, ഒപ്പം തന്നെ ഇതിൻ്റെ സംഘാടനത്തിനുള്ള പണം കണ്ടെത്തുക സംസ്ഥാന സർക്കാർ ഏത് ഖജനാവിൽ നിന്നാണോ എന്ന ചോദ്യം വരുമ്പോഴും ഇവിടെ അതിൻ്റെ നടത്തിപ്പിനായി 4 കോടിയോളം രൂപ വേണം. ആ 4 കോടി രൂപ പൂർണ്ണമായും പുറത്തു നിന്ന്, അതായത് ദേവസ്വം ബോർഡിൽ നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നോ അല്ലാതെ പുറത്ത് നിന്ന് സ്പോൺസർഷിപ്പ് വഴി ഈ 4 കോടി രൂപ സംഘടിപ്പിക്കുമെന്ന കാര്യമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുണ്ടെങ്കിലും ഈ മാസം 20-ാം തീയതിയാണ് പമ്പ നദീ തീരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആഗോള അയ്യപ്പ സംഗമം. ക്രിസ്റ്റീന, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.